ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തനി നാടൻ രീതിയിൽ എങ്ങനെ ഒരു മീൻകറി വെക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മീൻ കറിക്കായിട്ട് ഞാനിവിടെ അയല മീനാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില. പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിരകിയ തേങ്ങ. അതൊരു കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. പിന്നീട് നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ചെറുള്ളി ചതച്ചതും പച്ചമുളക് നെടുകെ കീറിയിട്ടതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങാരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണം ചേർക്കുന്നതിന് മുമ്പ് ഇതിൽ ഉപ്പ് മതിയോ എന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പ് പോരായ്ക ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും 5 മിനിറ്റിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. മീൻകറി ഇവിടെ വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. നെയ്യെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം. താളിച്ച് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇത് ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ മുരിഞ്ഞ് ബ്രൗൺ കളറാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.